ചെന്നിട്ട് ഉടുപ്പൊക്കെ മാറിയിട്ട് കളിക്കാൻ പോവാതെ പോയിരുന്ന് പഠിച്ചോളണം. കൊല്ല പരീക്ഷ വരിക. പിന്നെ ഞാൻ എല്ലാം പഠിച്ചിരുന്നു. റിവിഷൻ ഉണ്ടായിരുന്നു. മലയാളം ഉണ്ടോ എനിക്ക്? കുറച്ചുള്ളൂ, കുഴപ്പമില്ല. നിനക്കൊന്നുമില്ലല്ലോ പഠിക്കാൻ. അല്ലെങ്കിൽ ഹലോ വന്നല്ല അമ്പല വിഴുങ്ങികള്. എപ്പോഴും രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോണത്? അമ്പലത്തിൽ പോണ എന്തിനാ? പ്രാർത്ഥിക്കാൻ. നമുക്ക് ആരോടാ പിന്നെ പറയാനുള്ളത്? ഗ്ലീറ്റുവിന്റെ ഒരു അർച്ചന നടത്താൻ വേണ്ടി പോയതാ. ആകെ ഒരു ടെൻഷൻ ഗ്ലീറ്റുവിന്. ആണോ? അവളെവിടെ? അവള് എഴുന്നേറ്റിട്ടില്ലടാ ഇതുവരെ. എന്തെങ്കിലും എഴുന്നിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുക്കുവന്നെ. തൂത്തിട്ട് കൊടുക്കാന്ന് വിചാരിച്ച്. ഇവിടെയൊക്കെ കൊണ്ടാ ഭയങ്കര അഴുക്കായിട്ടിരിക്കുന്നു. അങ്ങോട്ട് പറഞ്ഞു വിടണേ. പറഞ്ഞൂടെ? എവിടെ? ചന്ദന. ഹലോ 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 ആരാ നാത്തൂനെ? ആർക്കറിയാം? 2-3 പ്രാവശ്യം ഇപ്പൊ വിളിക്കണേ. എടുക്കുമ്പോ കട്ടാക്കിക്കളയും. നമ്പർ വല്ലതും തെറ്റി വല്ലതും വിളിക്കണായിരിക്കും. എന്ന് വെച്ചാൽ എന്താ പറയാൻ പാടില്ലേ? വല്ലതും ഉണ്ടാക്കിട്ടാണോ പോയത്? ഞാനും കഴിച്ചില്ല. നീ ഇവിടെ വന്ന് കഴിക്ക്. പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ കൂടി എടുത്തു. ഇവക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് ഞാൻ എടുത്തു നിന്നോളാം. ഞാൻ ഇവിടുന്ന് മാറ്റിക്കോളാം. വേണ്ട വേണ്ട, നീ വന്നേ. ഇനി ആ ഉടുപ്പിട്ട് ചീട്ടാക്കാൻ. ഡ്രസ് മാറ്റി. നല്ലോണം വിളിക്കാനായപ്പോഴത്തേക്കും ഹലോ 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 ഇതെന്തുവാ? കുറെ നേരായി. ഹലോ ഹലോ, എനിക്ക് കേൾക്കാൻ, പറഞ്ഞോ. ഹലോ ഹലോ എന്തോ എടുത്തിട്ട് മിണ്ടാതിരിക്കുന്നത്. ഹലോ ഹലോ. എന്നാലും അത് ഏതവനായിരിക്കും? എനിക്ക് ആലോചിച്ചിട്ട് ഒറ്റ പിടിയും കിട്ടണില്ല. എന്തിനെങ്കിലും വിളിക്കണേന്നുള്ളതാ. എത്ര ദിവസം ഈ ഞരമ്പ് രോഗി ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്? ഒരു 2 ദിവസമൊക്കെ. മിനിഞ്ഞാന്ന് അമ്പലത്തിൽ പോയില്ലേ, അന്നാ ആദ്യമായിട്ട് കോള് വന്നത്. നാത്തൂനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ തയ്ക്കാൻ വരുന്ന വല്ലവർക്കും നമ്പർ വല്ലതും കൊടുത്തിട്ടുണ്ട് പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഒക്കെ? പിന്നെ ആരിതിന് മാത്രം പരിചയമില്ലാത്തവർ എൻ്റെ അടുത്ത് തയ്ക്കാൻ വന്നത്? അയ്യോ, കുറെ അലവലാദികളുണ്ട് ഇങ്ങനത്തെ വൃത്തികേട്. ഇനി എന്നെ വിളിച്ചിട്ട് എന്താ പ്രയോജനം? അയ്യോ, ഇത് ഇങ്ങനെയുള്ള അവന്മാരുടെ ഒരു സൂക്കേടാണ്. പെണ്ണുങ്ങളുടെ വർത്താനം പറയണ്ട. ഇതും മിണ്ടണില്ലല്ലോ. നാത്തൂൻ അങ്ങോട്ട് വിളിച്ചു നോക്കിയാ? അങ്ങോട്ട് വിളിച്ചില്ല. അങ്ങോട്ട് വിളിച്ചില്ല ഇതുവരെ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചെടുക്കുവാന്നറിയാലോ. ഏതാ നമ്പർ? ഏതാ കിടക്കണത്? എത്ര പ്രാവശ്യം വിളിച്ചേക്കണത്? അതാണ് ഹലോ, ഇതാരാണ്? എന്താണോ മിണ്ടാത്തത്? കുറെ ദിവസമായാലും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് ഈ നമ്പറിലേക്ക്. തനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ കണ്ട പെമ്പിള്ളാരുടെ ഫോണിലേക്ക് എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? കൂടുതൽ കളിച്ചാലേ ഞങ്ങൾ പോലീസിന്റെ അടുത്ത് വിളിച്ച് പറയും. ഹലോ, കണ്ടാ? വിളിക്കും, ഒന്നും കൂടി വിളിക്കും, ഒന്നും കൂടി വിളിക്കും. കട്ട് ചെയ്തു. ഇത് ഞരമ്പ് രോഗി തന്നെ. വിളിക്കൂലായിരിക്കും കേട്ടോ. അതിന് വിളിക്കുന്നു. വിളിക്കുന്നുണ്ടല്ലോ. കണ്ടാ കണ്ടാ? അപ്പൊ ഇവ മനഃപൂർവ്വം ചെയ്യണതല്ലേ? കട്ട് ചെയ്തു. ഹലോ 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 ഹലോ. പൊട്ടന്മാരെ വിളിച്ച് കളിക്കണ. ഹലോ ഹലോ എന്നൊക്കെ വിളിച്ച്. ഏട്ടാ ഇങ്ങോട്ട് വന്നേ. നാത്തുവിന്റെ ഫോണില് 2 ദിവസമായിട്ട് ഏതോ ഒരു ഞരമ്പ് രോഗി വിളിച്ചോണ്ടിരിക്കുന്നു. ഒന്നും മിണ്ടണില്ല. ഫോൺ വന്നോണ്ടിരിക്കണോ? എടുത്താ ഒന്നും മിണ്ടൂല. കളഞ്ഞാടി. ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം ആൾക്കാർ ഓരോരുത്തർ വിളിക്കും. ആരെങ്കിലും നമ്മുടെ നമ്പർ കിട്ടുമ്പോൾ ഇതുപോലുള്ളവർ വിളിക്കും. നമ്മളത് മൈൻഡ് ചെയ്യരുത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് കുഴപ്പമാവുന്നത്. പിന്നെ എന്നാലും എത്ര പ്രാവശ്യം ഒരു ദിവസം നോക്കിക്കേ. ഏട്ടൻ നോക്കി എത്ര പ്രാവശ്യം അവൻ വിളിച്ചേക്കണേന്ന്. മിണ്ടാതിരിക്കണ എങ്ങനെയാ? ഞാനിപ്പോ വിളിച്ച് അപ്പൊ ഫോൺ എടുത്ത് ഞാൻ നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഇനിയിപ്പോ അവർക്ക് രസം തോന്നില്ല വീണ്ടും വിളിക്കുമ്പോഴെ കൊണ്ടാക്കാനായിട്ട്. വീണ്ടും വിളിച്ചിട്ട് എന്തിനാ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോണ നമ്മള്? ചുമ്മാ ഇതൊക്കെ മൈൻഡ് ചെയ്യരുത്.
വലിയ ഉണ്ടല്ലോ. ആ ഹലോ 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 എന്താ എടുത്തില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞു ഞരമ്പ് രോഗിയാണ്. പിന്നെ നോക്കാമല്ലോ നമുക്ക്. ഇതിന്ന് വിളിച്ചു നോക്കാം.